നമുക്കൊന്ന് വേഗം ഒന്ന് പത്തനംതിട്ടയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ആദ്യം തോമസ് ഐസക് എന്ന ഫാക്ടറായിരുന്നു പത്തനംതിട്ടയെ ചർച്ചയാക്കിയത്. പിന്നാലെ അനിൽ ആന്റണിയുടെ സാന്നിധ്യം ചർച്ചയാകുന്നു. അപ്പോൾ ആന്റണിക്ക് വലിയ ആന്റി ഇൻകംബൻസി ഫാക്ടർ അവിടെ ഘടകമായി നിൽക്കുന്നു എന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴേക്കും അങ്ങനെയാണോ സാഹചര്യം? നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് പത്തനംതിട്ടയെ കൗതുകകരമാക്കിയത്. പ്രത്യേകിച്ച് AK ആന്റണിയെ പോലെ ഏറ്റവും തലമുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ മകനെ BJP സ്ഥാനാർത്ഥിയാക്കുന്നു. അദ്ദേഹം BJP ടിക്കറ്റിൽ അവിടെ മത്സരിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ അച്ഛനെ തന്നെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ അവിടെ ആ മണ്ഡലത്തെ കൗതുകകരമാക്കുന്ന കാര്യമാണ്. പക്ഷേ നിശ്ചയമായും ഈ പറഞ്ഞ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പത്തനംതിട്ടയിലെ മത്സരം എന്ന് പറയുന്നത് LDFും UDFും തമ്മിൽ തന്നെയാണ്. കാരണം ഇൻകംബൻസി ഫാക്ടറൊക്കെ ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ ഞാൻ അടൂർ പ്രകാശിനെ കുറിച്ച് പറഞ്ഞ അതേ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ആന്റണിയും വലിയ ഇലക്ഷൻ മാനേജറാണ്. അദ്ദേഹത്തിന് ഈ സഭകളുമായിട്ടൊക്കെ നല്ല ബന്ധമാണുള്ളത്. പക്ഷേ അവിടെ AK ആന്റണിയുടെ മകനായിട്ടുള്ള അനിൽ ആന്റണി വരുമ്പോൾ അനിൽ ആന്റണി എത്രത്തോളം ഈ പറയുന്ന ആന്റണിയും സഭയും തമ്മിലുള്ള ബന്ധത്തിലേക്ക് AK ആന്റണിയുടെ മകനായിട്ടുള്ള അനിൽ ആന്റണി എത്രത്തോളം നുഴഞ്ഞു കയറുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. 3 ക്രിസ്ത്യൻ കാൻഡിഡേറ്റുകൾ മത്സരിക്കുന്ന മണ്ഡലമാണ് പത്തനംതിട്ട ശബരിമലയുടെ ആസ്ഥാനമാണ്. അവിടുത്തെ ഹിന്ദുക്കൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് പ്രവീണിലേക്ക് പോകാം. പ്രവീൺ, നോക്കൂ, ഇപ്പോൾ വളരെ ഏറ്റവും കൗതുകകരമായിട്ട് മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് പല കാരണങ്ങളാൽ പത്തനംതിട്ട എന്ന് പറയുന്നത്. അവസാനത്തെ അടിയൊഴുക്കുകളൊക്കെ എങ്ങനെയാണ്? അവസാനം ഈ ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന കഥാപാത്രം ഒന്നൊന്ന് കുളം കലക്കുകയൊക്കെ കൂടി ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം? ഉണ്ണിമലക്ഷൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അവസാന നിമിഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മത്സരം LDFും UDFും തമ്മിലാണ് എന്ന് തന്നെയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ശബരിമല ഫാക്ടർ ഉണ്ടായിരുന്നു. K സുരേന്ദ്രൻ ജയിക്കുമെന്ന് ഒരു പ്രതീക്ഷ മണ്ഡലത്തിലാകെ ഉണ്ടായിരുന്നു. അവസാനം UDF അക്കാരണത്താൽ തന്നെ വളരെയധികം വോട്ടുകൾ ലഭിച്ചു. അത് LDFിൽ നിന്നുള്ള വോട്ടുകളാണ് UDFിലേക്ക് പോയതെന്നാണ് LDFിന്റെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. പക്ഷേ ഇക്കുറി അത്തരം ഒരു സാധ്യതകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ LDF 101% ആത്മവിശ്വാസത്തിലാണ് എന്ന് തന്നെ പറയാം. അതേസമയം തന്നെ UDFും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. പക്ഷേ 3 ടേമിൽ ഇവിടെ ആന്റണി പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 ടേമിലായിട്ട് ഇവിടെ ഒരു ജനപ്രതിനിധിയായിട്ട് പോലും വികസനം ഇവിടെ വന്നില്ല എന്ന് LDFും ഒപ്പം തന്നെ BJPയും ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അവരുടെ പ്രചാരണവും ആ രീതിയിൽ തന്നെയായിരുന്നു. UDFിനെതിരായിട്ടുള്ളൊരു വികാരം അത് മാത്രമാണ്. പക്ഷേ അത് വോട്ടർമാരിൽ എത്ര കണ്ട് ഫലിക്കുമെന്ന് നമുക്കിനി നോക്കി കണ്ട് അറിയേണ്ടിയിരിക്കുന്നു. NDAയെ സംബന്ധിച്ച് ഉണ്ണിമലക്ഷൻ പറഞ്ഞതുപോലെ അനിൽ ആന്റണി എന്നൊരു ഫാക്ടർ ഉണ്ട്. പക്ഷേ അനിൽ ആന്റണി അവസാന നിമിഷം വരെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇന്നും നമ്മോട് പ്രതികരിച്ചത് അദ്ദേഹം വിജയിക്കുമെന്ന് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ തവണ K സുരേന്ദ്രൻ 3 ലക്ഷത്തിനോട് അടുത്ത് വോട്ട് നേടിയിരുന്നു. ഇക്കുറി പക്ഷേ അനിൽ ആന്റണിക്ക് അത്രയും വോട്ട് എത്തിപ്പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. പക്ഷേ അനിൽ ആന്റണി ഒപ്പം തന്നെ NDA നേതൃത്വവും പറയുന്നത് ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ട് തങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ളതാണ്. അതേസമയം ഹിന്ദു വോട്ടുകളുണ്ട്, ക്രിസ്ത്യൻ വോട്ടുകൾ. അത് കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ മേഖലയുണ്ട്, അടൂർ ആറന്മുള തിരുവല്ല റാന്നി മാർത്തോമ വിഭാഗത്തിന്റെ സ്വാധീന മേഖല. ഇതൊക്കെ തന്നെ തനിക്ക് ഗുണം ചെയ്യുമെന്ന് ആന്റണി കരുതുന്നു. മറിച്ച് അപ്പുറത്ത് തോമസ് ഐസക്കിന്റെ പ്രചാരണത്തിൽ പലയിടത്തും പാളിച്ചയുണ്ടായെന്ന് പാർട്ടി തന്നെ വിലയിരുത്തുകയും പാർട്ടി യോഗത്തിനകത്ത് ഒരു സംഘർഷത്തിലേക്കൊക്കെ 2 നേതാക്കൾ തമ്മിൽ പോയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ K സുരേന്ദ്രൻ പിടിച്ച വോട്ടുകളുണ്ടല്ലോ, ഈഴവ വോട്ടുകൾ അടക്കമുള്ള, അത് തിരിച്ച് പോകുമെന്നുള്ളൊരു സാഹചര്യം, അത് ആന്റണിയിലേക്ക് പോകുമെന്നുള്ള വിലയിരുത്തലുണ്ട്. മാത്രമല്ല തോമസ് ഐസക്കിനെതിരെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രചാരണം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം തോമസ് ഐസക്കിന്റെ നയങ്ങളായിരുന്നു എന്ന രൂപത്തിൽ അവിടെ വലിയ രീതിയിൽ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ പത്തനംതിട്ട എന്നെ സംബന്ധിച്ചിടത്തോളം കൗതുകരമായിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, കേരളത്തിലെ ഏതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് MPക്കെതിരെ ഒരു വികാരം ചർച്ചയാകുന്നുണ്ടെങ്കിൽ അത് പത്തനംതിട്ടയാണ്. ഈ 3 ടേമായിട്ട് ആന്റണി മത്സരിച്ച് വിജയിച്ച ഒരു മണ്ഡലം, അവിടെ ഒരു മണ്ഡലത്തിൽ ആന്റണി പെർഫോം ചെയ്തില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്ന് പറയുന്ന ഒരു വിഷയം ഏറ്റവും ശക്തമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഒരുപക്ഷെ ഏക മണ്ഡലം എനിക്ക് തോന്നുന്നത് തൊട്ടടുത്ത് മാവേലിക്കര കൂടിയുണ്ട്. മാവേലിക്കരയിലും ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ട്. ഈ 2 മണ്ഡലങ്ങളിലല്ലാതെ ഇപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ പോലും അവിടെ ആ വിഷയമല്ല പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ പത്തനംതിട്ടയിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന MPക്കെതിരായ ഒരു വികാരം കൂടി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കൗതുകം, കാരണം ഒരുപാട് സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട, ടൂറിസം അടക്കം. അപ്പോൾ തീർത്ഥാടന കേന്ദ്രമായി വളരാൻ എല്ലാ സാഹചര്യങ്ങളുമുള്ള ശബരിമലയുള്ള പത്തനംതിട്ട മണ്ഡലത്തിൽ ആ രീതിയിലുള്ള ഒരു സാധ്യതകളും ഉപയോഗപ്പെടുത്തുന്നതിന് ഒരു മുൻകൈ എടുക്കാൻ ആന്റണിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നിർഭാഗ്യവശാൽ അതവിടെ ഒരു വിഷയമായി നിലനിൽക്കുകയാണ്. അതൊരു ആന്റി MP എന്ന രീതിയിലേക്ക് പ്രതിഫലിക്കുകയാണെങ്കിൽ അതിന്റെ നേട്ടം കൊയ്യുന്നത് ആരായിരിക്കും എന്നുള്ളതും, പിന്നെ അനിൽ ആന്റണി എന്ന്
പറയുന്നത് തീരെ നമുക്കങ്ങനെ എഴുതി തള്ളാൻ കഴിയില്ല. കാരണം എ കെ ആന്റണിയുടെ മകനാണ് പ്ലസ് BJP വോട്ടുകൾ. ഇതെങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളത് ജൂൺ 4 എ കെ ആന്റണി തന്നെ പറയുന്നു മകൻ തോക്കുമെന്ന്. അതങ്ങനെ ഒരു ഘടകം അവിടെ നിൽക്കുന്നത്.